ഹായ് ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾക്കും വളരെ സുഖമാണ്, കുഴപ്പമൊന്നുമില്ല, ഹാപ്പിയാണ് കേട്ടോ. പക്ഷെ ഇപ്പം ഞങ്ങൾ പോകുന്നത് കുറച്ചൊരു സങ്കടമുള്ള കാര്യത്തിനാണ്. സായുവിൻ്റെ 10 മന്തിലെ കുത്തിവെപ്പാണ് കേട്ടോ ഒന്ന്. അപ്പം ഞങ്ങൾ ഹെൽത്ത് സെൻറ്ററിലേക്കാണ് പോണത്. പക്ഷെ 10 മണിക്കാണ് എത്താൻ പറഞ്ഞത്. ഞങ്ങൾ കുറച്ച് ഓവറായിട്ട് നേരത്തെ 8:30 തന്നെ അവിടെ എത്തിയിട്ടോ. അപ്പോൾ സിസ്റ്ററെ ഞങ്ങളോട് പറഞ്ഞു മുകളിൽ ഹാളിൽ പോയി ഇരുന്നാൽ മതി, കുഴപ്പമൊന്നുമില്ല, കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ വരുമെന്ന് പറഞ്ഞു. പക്ഷേ ഓല് 10 മണിക്ക് തന്നെയാണ് കേട്ടോ വന്നത്. ഇതിൻ്റെ നാടായതുകൊണ്ട് തന്നെ ഞാൻ ഏട്ടനോട് ഭയങ്കര തള്ളലാണ് കേട്ടോ. ഒന്നാമത് ഞങ്ങൾ നിൽക്കുന്ന ഹെൽത്ത് സെൻറ്ററിൽ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്കൂളിൻ്റെ ഗ്രൗണ്ട് കാണാം. അപ്പോൾ ഗ്രൗണ്ടിൻ്റെ ബാക്കിലൊരു ആമ്പൽപ്പാടം ഉണ്ടായിരുന്നു. അത് കുറച്ച് വൈറലായിരുന്നു ഇപ്പം, നമ്മൾ ആ ഒരു ആമ്പലുണ്ടാവുന്ന ആ ഒരു സീസണിൽ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞ് ഞാൻ ഭയങ്കരമായിട്ട് തള്ളി മറിക്കുകയാണ്. സായി ആണെങ്കിൽ ഏട്ടൻ്റെ അടുത്ത് നിന്ന് ഭയങ്കര കളിയാണ് കേട്ടോ. അവന് പിന്നെ അച്ഛനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര കളിയാണ്. പിന്നെ പിന്നെ കുറച്ച് വാശി പിടിച്ചിട്ടോ. അതിൻ്റെ ഇടയിൽ ഏട്ടൻ്റെ പോക്കറ്റിലൊരു പെണ്ണുണ്ടായിരുന്നു, അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര വാശിയായിരുന്നു. പിന്നെ അതൊക്കെ കൊടുത്ത് പോകുന്നു, സെറ്റായി. പിന്നെ കുറേ സമയമുണ്ടല്ലോ ഓൻ ആസ്വദിച്ച് കളിക്കാൻ മാത്രം. കുറച്ച് സമയം അവിടെ നിന്നപ്പോഴേക്ക് തന്നെ ഞങ്ങൾ വീട്ടിൽ നിൽക്കുന്ന പോലത്തെ ഒരു ഫീൽ ചെയ്യുന്നു കേട്ടോ സായുനുണ്ടായിരുന്നത്. ഓ ഭയങ്കര കംഫർട്ടായ ഒരു സ്ഥലത്ത്. പിന്നെ പിന്നെ വേറെ ആരും ഇല്ലല്ലോ, ആ ഒരു ഹാളിൽ ഞങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ ഓൻ ഫുൾ അവിടെ സെറ്റായി. ഇവൻ്റെ ഈ ഒരു ചിരി കാണുമ്പോഴാണ് കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടമാവുന്നത്. കുട്ടീനെ വേദനയാക്കി കൊണ്ടുവന്നതാണല്ലോ എന്ന് എനിക്ക് തോന്നുന്നു. ഏറെക്കുറെ എല്ലാ അമ്മമാർക്കും മക്കളെ ഈ ഒരു കുത്തിവെപ്പിന് കൊണ്ടുപോകുമ്പോൾ ഒരേ ഇമോഷനാണ് എന്നാണ്. നമ്മളെ കുട്ടീനെ വേദനയാക്കാൻ കൊണ്ടുപോകല്ലേ. അപ്പം പക്ഷേ എന്നോട് സിസ്റ്റർ കഴിഞ്ഞ തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു 10 മന്തിലുള്ള ഇഞ്ചക്ഷൻ വലിയ വേദനയൊന്നും ഉണ്ടാവില്ല എന്ന്. അപ്പോൾ അതൊക്കെ വിചാരിച്ച് ഞാനും സമാധാനിച്ച് നിൽക്കുകയാണേ. പിന്നെ ഓൻ അറിയില്ലല്ലോ ഓൻ എന്തിനാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഓനും ഇപ്പം ഹാപ്പിയാണ്. കഴിഞ്ഞ 2 പ്രാവശ്യം ഓനെ കുത്തിവെപ്പിന് കൊണ്ടുപോയ സമയത്ത് ഞങ്ങൾ രണ്ടാളും കരഞ്ഞിട്ടാണ് കേട്ടോ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്. കാരണം ഓന്ന് കുറച്ചും കൂടെ കുഞ്ഞല്ലേ. അപ്പം എനിക്കും ഭയങ്കരമായിട്ട് ഇടങ്ങാറായി. അപ്പോഴാണ് ഞങ്ങൾ രണ്ടാളും കരഞ്ഞ സമയത്താണ് എന്നോട് പറഞ്ഞത് 10 മന്തിലുള്ള കുത്തിവെപ്പ് പെട്ടെന്ന് തന്നെ എടുക്കണം, പിന്നെ അതിന് വലിയ വേദനയൊന്നും ഉണ്ടാവില്ല, കൊണ്ടുവരണം കേട്ടോ എന്ന് അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കാത്തിരുന്ന് ലാസ്റ്റ് സിസ്റ്റർ വന്നിട്ട് അവൻ്റെ വെയിറ്റൊക്കെ നോക്കി. പിന്നെ ഞങ്ങളെ അവർ കുത്തിവെപ്പിനുള്ള റൂമിലേക്ക് വിളിച്ചിട്ടോ. അപ്പം വേറൊരു ഫാമിലിയും കൂടി വന്നിട്ടുണ്ടായിരുന്നു, ഒരു കുഞ്ഞു കുട്ടീനെയും കൊണ്ട്. അത് ഗേളായിരുന്നു കേട്ടോ. അപ്പോൾ ആ കുട്ടീനെ കണ്ടപ്പോൾ സായി കുറച്ചും കൂടെ എന്താ പറയുക, ഒരേ ഏജിലുള്ള കുട്ടികളെ കാണുമ്പോൾ ഉണ്ടാവില്ല കുട്ടിയൊക്കെ ഒരു ഇത്, ആ ഒരു സംഭവമായിരുന്നു കേട്ടോ. അവന് കുറച്ചും കൂടെ ഇഷ്ടമായ കുട്ടീനെ. അപ്പം ഞങ്ങളിതാ ഉള്ളിലേക്ക് കയറി കുത്തിവെപ്പിന് വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ എനിക്ക് പരിചയമുള്ള ഒരാളുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരമൊക്കെ ഞാൻ സംസാരിച്ചിരുന്നു. അപ്പോഴും സായു എൻ്റെ മുഖത്തേക്കൊക്കെ നോക്കുന്നുണ്ട്, എന്താ ഇവിടെ പരിപാടി എന്നുള്ള രീതിയിൽ. അങ്ങനെ ഒരു വായിൽ കൊടുക്കാനുള്ള മരുന്നാണ് ഫസ്റ്റ് കൊടുത്തത്. അത് കൊടുത്തപ്പോൾ അവന് വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ അപ്പുറത്തെ സൈഡിലേക്ക് മാറ്റിയിട്ടാണ് 3 ഇഞ്ചക്ഷൻ വെച്ചത്. 2 വലിയ പ്രശ്നമില്ലായിരുന്നു, മൂന്നാമത്തതായപ്പോൾ ഭയങ്കര കരച്ചിലായി അവൻ. അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ വല്ലാതെ ചുറ്റിപ്പറ്റി നിന്നില്ല. ഇഞ്ചക്ഷൻ വെച്ച് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോകുന്നവന് ഫുഡ് കൊടുത്ത സമയത്തൊക്കെ അവന് വേദന ഉണ്ട്. ഞാൻ വാക്കറിൽ ഇരുത്തിയപ്പോൾ കാല് വേദനയായിട്ട് ഇങ്ങനെ കരയാണ് കേട്ടോ. ആൾ ചെറുതായിട്ട് ചിണുങ്ങുന്നുള്ളായിരുന്നു ഈ ഒരു സമയത്ത്. പിന്നെ ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ ഞാൻ ഫുഡൊക്കെ കൊടുത്ത് അവനെ ഉറക്കിട്ടോ. ഉറക്കിയതിന് ശേഷം പിന്നെ രാത്രി എണീച്ചപ്പം ആൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പം കുറച്ചൊക്കെ ഓക്കെ ആയി, വലിയ പ്രശ്നമൊന്നുമില്ല, വേദനയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഭയങ്കര കളിയൊക്കെ ആയിരുന്നു. ആ ഒരു സമയത്ത് അവൻ ഉറങ്ങി എണീച്ചതിൻ്റെ ആ ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ കിടക്കാനായപ്പോഴത്തേക്കും ആൾ പഴയ പോലെ സെറ്റായി. ഇങ്ങനെ ഓനെ ചിരിച്ചും കളിച്ചൊക്കെ കാണുമ്പോഴാണ് ഞാനും ഓക്കെ ആയത് അന്ന് കേട്ടോ. പിന്നെ ഇനിയും ആലോചിക്കുമ്പോൾ ഇനി 1.5 വയസ്സിലൊരു കുത്തിവെപ്പ് ഉണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ അതൊരു സങ്കടമാണ്. ഇനി ആ ഒരു സമയത്തും ഇതൊക്കെ ഫേസ് ചെയ്യണമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി നാളെ അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ.